കാര്യമാണ്. സനാതനത്തിനാണ് എല്ലാവരും എടുത്ത് ചുമന്നു നടക്കുകയാണ്, ട്രോൾ ചെയ്തും തല്ലും യഥാർത്ഥ സത്യം ഉള്ളത് ആണ് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നതായി. അപ്പൊ എല്ലാവരും ഇട്ടേച്ച് പൊക്കോളും. എന്താണ് സനാതന ധർമ്മം, എന്താണ് സനാതനൻ എന്നറിയണ്ടേ? തീർച്ചയായിട്ടും. എന്നാലാണല്ലോ അത് മാറ്റമില്ലാതെ തുടരേണ്ടതാണോ നാശമില്ലാതെ നിലനിൽക്കേണ്ടതാണോ എന്ന് മനസ്സിലാവുള്ളൂ. അത്രേ ഉള്ളൂ. ആ സനാതന ധർമ്മം എന്താണെന്നാണ് നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത്. ഭാരതം സനാതന ധർമ്മത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മളുടെ ശ്രീധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ സനാതന ധർമ്മത്തിൽ നിലനിൽക്കുന്നതാണ്. അതായത് പ്രപഞ്ചത്തില് 6 ശക്തികളാണ്. ആ 6 ശക്തികളില് പകുതി നെഗറ്റീവും പകുതി പോസിറ്റീവുമാണ്. പകുതി ഡാർക്ക് എനർജിയും പകുതി വൈറ്റ് എനർജിയുമാണ്. വൈറ്റ് എനർജി അഗ്നിയാണ്, ഡാർക്ക് എനർജി ആകാശത്തിന്റെ വൈഭവമാണ്. ശരിക്കും ആകാശം ഡാർക്ക് എനർജിയാണ്. ഇത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? 12 മണിക്കൂർ സൂര്യന്റെ ശക്തിയിലാണ്, 12 മണിക്കൂർ ആകാശത്തിന്റെ ചൈതന്യത്തിലാണ്. മിൽക്കി വേ ഗാലക്സിയുടെ അപ്പുറത്തും നിരവധിയായിട്ടുള്ള ഗാലക്സികൾ ഉണ്ടാവാം. സൗരയുധങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഹോളിനെയാണ്. ഇപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഗാലക്സികൾ ഉണ്ടാവാം. പക്ഷെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ഒരുപോലെ സ്വാധീനമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ജീവൻ ജനിക്കുന്ന വസ്തുതയാകുന്നത്. അപ്പോൾ 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയും ഒരുപോലെ സന്തുലിതമായിട്ട് 2 ധ്രുവശക്തികളായി രഞ്ജിച്ച് രജോഗുണത്താൽ ജനിക്കുന്നതാണ് ജീവൻ. ഇപ്പൊ ഒരു ദിവസം നമ്മളുടെ ഉദയം മുതൽ സസ്യലോകത്തിനാണ് ശക്തി, വിഷ്ണുവിനാണ് ശക്തി, വൈഷ്ണവ ലോകത്തിനാണ് ശക്തി 4 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഉച്ചക്ക് 4 മണിക്കൂർ അഗ്നിക്കാണ് ശക്തി. അസ്തമയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ മണ്ണിനാണ് ശക്തി, ശിവനാണ് ശക്തി. ഇപ്പൊ രാവിലെ സത്വഗുണമാണ്, ഉച്ചയ്ക്ക് രജോ ഗുണമാണ്, വൈകുന്നേരം തമോ ഗുണമാണ്. അസ്തമയത്തിന് ശേഷം 4 മണിക്കൂർ ജലത്തിനാണ് ശക്തി, പാർവതിക്കാണ് ശക്തി. പാർവതി ജലമാകുന്നു, പർവ്വതത്താൽ വന്നെത്തുന്ന ജലത്തിനാണ് ശക്തി. അർദ്ധരാത്രിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉള്ള ഭാഗങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ പകല് 3 പുരുഷഭാവങ്ങളാണ്. രാത്രിയിൽ ആദ്യം തുടങ്ങുന്നത് പാർവതിയുടെ ഭാവമാണ്. താമസി എന്ന് പറയുന്ന ഗുണത്തോട് കൂടിയിട്ടാണ് പാർവതി. അപ്പൊ ജലത്തിന്റെ ചൈതന്യമാണ് അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അർദ്ധരാത്രിയിലെ 4 മണിക്കൂർ സരസ്വതി ആകാശത്തിനാണ് വൈഭവം. ആ ആകാശത്തിന്റെ ചൈതന്യത്തിൽ ആ ഡാർക്ക് എനർജിക്കാണ് പ്രാധാന്യം. അപ്പൊ അത് രാജസി എന്ന് പറയുന്ന ഗുണമാണ് രാത്രിയിലെത്തും. സരസ്വതിയുടെ ഗുണമാണ്, ഈ ആകാശത്തിന്റെ ഗുണമാണ്, ചൈതന്യമാണ്. അതിനുശേഷം ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ ലക്ഷ്മി ലോകമാണ്, ജന്തുലോകത്തിന്റെ സമയമാണ്. ജന്തുലോകം ഉണർന്നിരിക്കുന്ന, അവരുടെ മൈഥുനങ്ങൾ നടക്കുന്ന, അവര് ജീവലോകത്തെ സസ്യലോകത്തെ ഉണർത്തുന്ന സമയമാണ് ആ സമയം. അതായത് ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ. സാത്വികി എന്ന് പറയുന്ന ഗുണമാണ്. സാത്വികം എന്ന് പറയുന്നത് സസ്യലോകത്തിന്റെ ഗുണമാണെങ്കിൽ അത് അനുഭവിക്കുന്ന ഗുണമാണ് സാത്വികി. രാത്രിയില് 3 സ്ത്രീ ചൈതന്യങ്ങളാണ്, പാർവതി, സരസ്വതി, ലക്ഷ്മി. ജലം, ആകാശം, ജന്തുലോകം. പകല് സസ്യലോകം, അഗ്നി, മണ്ണ്. രാവിലെ സത്വഗുണം, ഉച്ചയ്ക്ക് രജോ ഗുണം, വൈകുന്നേരം തമോ ഗുണം. അസ്തമയത്തിന് ശേഷം രാത്രിയില് ആദ്യം താമസി എന്ന് പറയുന്ന ഗുണം, പിന്നെ രാജസി എന്ന് പറയുന്ന ഗുണം, പിന്നെ ഉദയത്തിന് മുമ്പുള്ള ആ രാത്രിയുടെ ഭാഗത്ത് സാത്വികി എന്ന് പറയുന്ന ഗുണം. അപ്പൊ ഉദയത്തിന് മുമ്പുള്ള സാത്വികി എന്ന് പറയുന്ന ഗുണവും സസ്യലോകത്തിന്റെ ഉദയം കഴിഞ്ഞുള്ള സാത്വികം എന്ന് പറയുന്ന ഗുണവും ചേരുമ്പോഴാണ് സത്വഗുണം ഉണ്ടാകുന്നത്. ന്യൂട്രോണിന്, വായുവിന് ഉണ്ടാകുന്ന ഗുണമാണ് സത്വഗുണം. സത്വഗുണ കാരണൻ സ്ഥിതിപാലകനായിരിക്കുന്ന ഈ ഹരിതലോകമാണ്, ഈ വിഷ്ണുവാണ്. ആദ്യത്തെ സനാതനൻ വിഷ്ണുവാകുന്നു, നരനാകുന്നു, നാരായണനാകുന്നു. ഓക്കെ. അപ്പോ രണ്ടാമത്തത് ബ്രഹ്മശക്തിയും നേരെ ഓപ്പോസിറ്റുള്ള ധ്രുവശക്തിയായിരിക്കുന്ന ആകാശവും തമ്മിൽ ചേരുമ്പോൾ 2 ധ്രുവശക്തികളുടെ രഞ്ജിത രജോ ഗുണത്താൽ ജനിക്കുന്നതാണ് ബ്രഹ്മശക്തി. അത് വൈഷ്ണവ ശക്തിയുടെ പൊക്കിൽക്കൊടിയിൽ നിന്നും ജനിക്കുന്നതാകയാൽ അതും സനാതനനാണ്. ഒരു ഡാർക്ക് എനർജിയും വൈറ്റ് എനർജിയും ചേരുമ്പോഴാണ് ബ്രഹ്മശക്തി ജനിക്കുന്നത്. രക്തം ഡാർക്ക് എനർജിയാണ്, ശുക്ലം വൈറ്റ് എനർജിയാണ്. സസ്യലോകം വൈറ്റ് എനർജിയിൽ ജീവിക്കുന്നതാണ്, ജന്തുലോകം ഡാർക്ക് എനർജിയിൽ ജീവിക്കുന്നതാണ്. സസ്യലോകത്തിന് വെയിൽ വേണം, അഗ്നിയുടെ സാമീപ്യം വേണമെങ്കിൽ
ജന്തുലോകത്തിന് അതിന് തണല് വേണം, ആകാശത്തിന്റെ രഞ്ജിത രജോ ഗുണവും കൂടി വേണം. ജന്തുലോകത്തിന് അമാവാസി പൂജകളും സസ്യലോകത്തിന് പൗർണമി പൂജകളും വരുന്നത്. ചന്ദ്രൻ രണ്ടു പക്ഷത്തിനും വേണ്ടിയിട്ട് രണ്ട് പക്ഷമുള്ളതായിട്ട് നിൽക്കുന്നു. വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ഉണ്ട്. വെളുത്ത പക്ഷം പുരുഷഭാവമാണ്, സസ്യലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കറുത്ത പക്ഷം ജന്തുലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ രഞ്ജിത രജോ ഗുണത്താലാണ് ബ്രഹ്മശക്തി സനാതനൻ ജനിക്കുന്നത്. രാജസം എന്ന് പറയുന്ന ഗുണത്തെ ജനിപ്പിക്കുന്നത് സത്വഗുണമാണ്. സത്വഗുണകാരണൻ വിഷ്ണുവാണ്, വൃക്ഷലോകമാണ്. അതിനെ ലക്ഷീകരിപ്പിക്കുന്ന ലക്ഷ്മിയും കൂടി ചേരുമ്പോഴാണ് ആ സത്വഗുണം ഉണ്ടാവുന്നത്. അപ്പോ ഇതിനെയെല്ലാം ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ദേശം അത് സനാതനന്റേതാണ്. ആ സനാതനൻ ശിവനാകുന്നു. സദാനന്ദ നടനമാടുന്ന ശിവൻ തന്നെയാണ് ഏറ്റവും വലിയ സനാതനൻ. ആ സനാതനന് ഉള്ള ഗുണം എന്ന് പറയുന്നത് താമസം എന്ന് പറയുന്ന ഗുണമാണ്. അതിൽ താമസിയായിരിക്കുന്നത് പാർവതിയാണ്. ആ താമസ ഗുണമാണ്, ആ തമോ ഗുണമാണ്, പ്രകാശത്തെയും മറച്ച് ഇരുളിനെ സൃഷ്ടിക്കുവാനുള്ള ശിവന്റെ ഗുണമാണ്. തമസിനെ മാറ്റി പ്രകാശത്തെയും, പ്രകാശത്തെ നീക്കി തമസിനെയും ഏകുന്ന ആ വൈഭവമാണ്. ആ ആനന്ദ നടനമാടുന്ന സദാനന്ദനായിരിക്കുന്ന ആ ഭൂമിയുടെ വൈഭവം തന്നെയാണ് ഈ സസ്യലോകത്തെയും ജന്തുലോകത്തെയും സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ ത്രിഗുണ വൈഭവത്താലാണ് പ്രപഞ്ചം സഞ്ചരിക്കുന്നത്. ത്രിഗുണ വൈഭവമാണ് രജോ സത്വ തമോ ഗുണം. രജോ സത്വ തമോ ഗുണങ്ങള് ഈ സനാതന ധർമ്മ വ്യവസ്ഥയിലൂടെ ജനിക്കുന്നതാകുന്നു. സനാതന ധർമ്മത്തിന്റെ കാവൽക്കാര് ത്രിമൂർത്തി സങ്കല്പമാണ്. അവരുടെ വാമഭാഗവും ചേരുന്നതാണ് സനാതനം. ആ ഷൺമുഖഭാവത്തെ വിരിയിക്കുന്ന ദേവതാഭാവങ്ങളെയാണ് സനാതനൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാശം നിൽക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് സനാതനമായിട്ട് നിൽക്കുന്നത്. ലക്ഷീകരിപ്പിക്കുന്നത് ആരോ അവൾ ലക്ഷ്മി. ആ ലക്ഷ്മിയുടെ ആ ജന്തുലോകത്തിന്റെ ലക്ഷീകരിപ്പിക്കലാണ് സസ്യലോകത്തിന്റെ വിഘ്നങ്ങളെ കുത്തിയകറ്റുന്ന ഈ ലക്ഷ്മി ലോകം, ജന്തുലോകം, മാതൃലോകം തന്നെയാണ്. മൃതദേഹമാകാതെ മൃത്യുവിന്റെ ദേശത്തെ മാതൃദേശമാക്കുന്ന വൈഭവത്തെയാണ് നമ്മൾ സനാതന ധർമ്മത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത്. എന്തിനേയും മാതൃഭാവത്തിൽ കാണുന്ന ഒരു വൈഭവം, അതാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ കാതല്. ജലത്തെ സംരക്ഷിക്കുക, നാരത്തെ സംരക്ഷിക്കുക, നാരത്തെ അയനം ചെയ്യിപ്പിക്കുക, അമ്മയെ അയനം ചെയ്യിപ്പിക്കുക. അമ്മയെ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ എന്ന് പറയുന്ന ആ മന്ത്രങ്ങളെല്ലാം തന്നെയാണ് ആദിപരാശക്തിയായ ദേവിയുടെ വൈഭവമാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈ സ്പേസിലാണ് മറ്റെല്ലാ ഭൂതങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. സനാതനൻ ആനന്ദ നടനമാടുന്നത് ആദിപരാശക്തിയുടെ മടിത്തട്ടിലാണ്, ഈ സ്പേസിലാണ്. അപ്പൊ ആദിപരാശക്തിയെ പോലും ശ്രീഭാവത്തിൽ കാണുന്ന, മാതൃലോകത്തെ സൃഷ്ടിക്കുന്ന, മൃത്യുവിനെ അതിജീവിക്കുന്ന ആ വൈഭവത്തെ തന്നെയാണ്, ആ വൈഭവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അങ്ങ് ആദ്യം പറഞ്ഞതിന്റെ ഒരു പൂർണ്ണ രൂപം സനാതനം എന്താണെന്ന് ചോദിച്ചാൽ, രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ത്രിഗുണ വൈഭവത്തെ ശരിക്കും പാലനം ചെയ്യിക്കുന്ന രീതിയാണ്. നല്ല മണ്ണിനെ സൃഷ്ടിച്ച് നല്ല ജലത്തെ അവിടെ താമസിയാക്കി നിലനിർത്തി നല്ല സത്വഗുണമുള്ള വൃക്ഷലോകത്തെ പരിപാലിച്ച് അവിടെ താമസിയായിട്ട് ജന്തുലോകത്തെ നിജപ്പെടുത്തി ആ ജീവലോകത്തെ 33 കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഗ്നിയെയും ആകാശത്തെയും ചേർത്ത് വെച്ച രഞ്ജിത രജോ ഗുണത്തെ ജനിപ്പിക്കുന്ന മഹാവൃക്ഷ പ്രകൃതിയെ മഹാവൈഷ്ണവ ശക്തിയായിട്ട് കണ്ട് ഹിമാലയത്തിന്റെ ഹൈറ്റ് ഒരു കാരണവശാലും കുറയാതിരിക്കാനായിട്ട് ആ ഹിമയെയും മഹിയെയും ചേർത്ത് ഉയർത്തി നിർത്തി വിലാസം തീർക്കുന്ന ആ കൈലാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വൃക്ഷലോക ആരാധനയാണ്, വൈഷ്ണവ ലോകത്തോടുള്ള ആരാധനയാണ് ശരിക്കും സനാതന ധർമ്മം. കാരണം സത്വഗുണം വിഷ്ണുവിൻ്റെതാകുന്നു. ആ സത്വഗുണത്തിന്റെ പൊക്കിൽക്കൊടിയിൽ നിന്ന് മാത്രമാണ് ബ്രഹ്മശക്തി ജനിക്കുകയുള്ളൂ, ജന്തുലോകം ജനിക്കുകയുള്ളൂ. ആ ജന്തുലോകത്തെ ജനിപ്പിക്കണമെങ്കിൽ ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ സ്വത്വം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് പരിപാലിക്കേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് സനാതന ധർമ്മം. ഒന്നും പറയാനില്ല. ഇത് വളരെ അടിയന്തിരമായിട്ട് ആളുകളിൽ എത്തിക്കാണല്ലോ. അടിയന്തിരമായിട്ട് അങ്ങനെ ആളുകളിൽ എത്തിക്കാൻ അത് ചെയ്യണം. നമ്മുടെ ആളുകൾക്ക് ഇതല്ല ആവശ്യം. വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ സനാതന ധർമ്മത്തിന്റെ വിശദീകരണം അങ്ങ് പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹമുള്ളൊരു വലിയ വിഭാഗം
നമ്മൾ സൃഷ്ടിക്കുന്ന ഈ വൈഷ്ണവ ശക്തി ഉണ്ടല്ലോ, ജന്തുലോകമായിരിക്കുന്ന നാഗത്തെ അതിന്റെ പുറത്ത് ശയിക്കുന്ന ജലത്താൽ നാരത്താൽ പ്രേമരൂപേണ വ്യാപിക്കുന്ന വൃക്ഷലോകത്തിന്റെ, അതായത് വിഷ്ണുവിന്റെ ആ പാലാഴി ഉണ്ടല്ലോ, ആ സത്വഗുണമുള്ള വായുമണ്ഡലം, ആ വായുമണ്ഡലം ഖണ്ഡമാകാതെ മുറിഞ്ഞു പോകാതെ, ആ സത്വഗുണമുള്ള വായു മുറിഞ്ഞു പോകാതെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മം നിലനിൽക്കേണ്ടത്. നമ്മള് ഈ സസ്യലോകം നൽകുന്ന ഓക്സിജന്റെ അളവുണ്ടല്ലോ, ഒരു പണവെട കുറയാതെ സർവ്വജീവലോകത്തിനും, ചരിക്കുന്ന സർവ്വജീവലോകത്തിനും വേണ്ടിയിട്ട് ആ ഓക്സിജൻ നിറഞ്ഞിരിക്കുന്ന ആ പാലാഴിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സനാതന ധർമ്മിയും അവരുടെ ഓരോരുത്തരുടെയും ജീവിതം 4 പാദങ്ങളാക്കി മാറ്റി അതിൽ തിരിച്ച് ഈ വൃക്ഷപരിപാലനത്തിന് വേണ്ടിയിട്ട്, ഈ വൈഷ്ണവ ആരാധനയ്ക്ക് വേണ്ടിയിട്ട്, ഈ മഹാജ്ഞാനത്തെ പകരുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ അറിവാണ് ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ധരിക്കേണ്ടത്, ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ ബ്രഹ്മചര്യത്തിലൂടെ യഥാർത്ഥ ഗൃഹസ്ഥനായിട്ട് മാറുകയാണ്. അതിനുശേഷം വാനപ്രസ്ഥം, വനത്തെ പരിപാലിക്കുന്നവനായിട്ട് മാറുകയാണ്. അതിനുശേഷം ഈ മഹാവൈഷ്ണവ ശക്തിയുടെ എല്ലാ ജ്ഞാനവും ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ട് സ്വജീവിതം തന്നെ ത്യജിച്ചുകൊണ്ട് സർവജ്ഞാനവും സമ്പാദിച്ച മുഴുവൻ ജ്ഞാനവും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള സന്യാസം. ഇത് തന്നെയാണ് ഭാരതത്തിന്റെ ദർശനം. ഭാരതീയരെല്ലാവരും സനാതനധർമ്മികളാവണം, സനാതനധർമ്മം നിലനിൽക്കണം. അപ്പോൾ ഈ പാലാഴി ഒന്നാകുന്നത് സനാതനധർമ്മത്തിലൂടെയാണ്. ഭാരതത്തില് സനാതനധർമ്മം എന്ന് നിന്നാലും സപ്തസാഗരങ്ങൾ ഒന്നാകും, പാലാഴി ഖണ്ഡമാകും. പാലാഴി മുറിയാതിരിക്കാൻ, ഖണ്ഡമാകാതിരിക്കാൻ, അഖണ്ഡമായി നിലനിൽക്കാൻ ഭാരതം അഖണ്ഡമായി നിലനിൽക്കേണ്ടതുണ്ട്. ഭാരതം എപ്പോൾ ഖണ്ഡമായോ ശിഥിലമായോ ഭാരതത്തിന്റെ വൈഷ്ണവാരാധനാ സമ്പ്രദായം സനാതനധർമ്മം എന്ന് നിൽക്കുന്നുവോ അന്ന് സപ്തസാഗരങ്ങൾ ഒന്നാകും. വായുമണ്ഡലം, പാലാഴി, ഈ വൈഷ്ണവ ലോകത്തിന്റെ ആ അമൃതവായുക്കളെ പൊഴിക്കുന്ന പാലാഴി ഖണ്ഡമാകും, സമുദ്രം ഏകമാകും. ഇതാണ് ഇതിന്റെ വസ്തുത. ഭാരതീയര് സനാതന ധർമ്മികളാണ്. സപ്തഭൂഖണ്ഡങ്ങൾക്കും വേണ്ടിയിട്ട് സപ്താക്ഷരി മന്ത്രം മുഴക്കി വൈഷ്ണവാരാധനയെ ചെയ്യുന്നവരാണ്. സപ്തഭൂഖണ്ഡങ്ങളിലെയും വൈഷ്ണവ ശക്തിയെ സപ്താക്ഷരി മന്ത്രത്താൽ പൂജിക്കുന്നവരാണ്. സപ്തഭൂഖണ്ഡങ്ങളിലും വൈഷ്ണവ നിലയങ്ങളാക്കി, ദ്വീപുകളാക്കി, ദീപത്തെ തെളിക്കുന്ന വൈഷ്ണവ ശക്തിയുടെ പീഠങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് ഭാരതം ആരാധന നടത്തുന്നത് ഇവിടെ ഭാരതത്തിൽ. അപ്പൊ അതാണ് ഈ വൈഭവം. ഇത് സപ്തഭൂഖണ്ഡങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വൈഭവമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പൊ ഭാരതത്തിലുള്ളവർ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന്. ജീവന്റെ നിലയമാണ് ഹിമാലയം. ഹിമാലയത്തെ ആശ്രയിച്ചാണ് സർവ്വ ജീവപ്രപഞ്ചവും നിലനിൽക്കുന്നതെന്നുള്ള വസ്തുത അറിയണം. അതിന് കാരണമായിരിക്കുന്ന വൈഭവം പശ്ചിമഘട്ടത്തിൻ്റെതാണെന്നും അറിയണം. എന്തോ ഇത് ശ്രീരാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ പ്രണവവേദയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നും പ്രണവവേദ സിദ്ധാന്തമാണിതെന്നും ജനങ്ങൾ അറിയണം. ശിവനെ വൈകല്യപ്പെടുത്തി അവതരിപ്പിക്കുന്ന, ശിവൻ ഏതോ ഗുഹയിൽ ഒളിച്ചു താമസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, ശിവൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ശരീരവും പേര് നടക്കുന്ന ശിവത്വമില്ലാത്ത ആളുകളായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഈ മണ്ണ് തന്നെയാണ് ശിവൻ. നമ്മുടെ ദേഹം ആ ശൈവശക്തിയുടെ നിലയമാണ്. ജൈവ നിലയമായിരിക്കുന്ന നമ്മുടെ ശരീരം ശൈവശക്തിയാലാകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രണവവേദയുടെ പഠനത്തിലൂടെ അത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഞങ്ങളത് മനസ്സിലാക്കുകയും തന്നെയല്ല, നമുക്ക് അടുത്ത് ഇടപെടാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയോടും ഈ ആശയം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യുക. പ്രണവവേദയ്ക്ക് മാത്രമേ ഉള്ളൂ, മറ്റാരും ഇതുപോലെ പരാമർശിച്ചിട്ടില്ലെന്നും. തീർച്ചയായിട്ടും പ്രണവവേദ എന്നത് ഈ സനാതനന്മാരാരാണ്, സനാതനം എന്താണ്, ത്രിമൂർത്തികളും അവരുടെ വാമഭാഗവും ചേർന്നതാണ് സനാതനം. അതെ, ഈ ജീവരാശിയിൽ ലയിച്ചിരിക്കുന്ന സനാതനത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സന്തോഷി എന്ന് പറഞ്ഞു. അത് അറിയേണ്ടവരും അറിവുള്ളവരും മുഴുവൻ ആളുകളും ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചാൽ അത് എല്ലാവരും സനാതനന്മാരായി മാറും. അതെ, തീർച്ചയായിട്ടും ഈ സനാതനത്തിന്റെ തർക്കം തീരാനായിട്ട്. അതെ, സനാതനി എന്ന് പറഞ്ഞാൽ പാർവതിയാണ്, അത് ജലമാണ്, ആകാശമാണ്, അത് ഡാർക്ക് എനർജിയുടെ വൈഭവമാണ്, ജന്തുലോകമാണ്, അത് ലക്ഷ്മി ലോകമാണ്. ആ നിറമില്ലാത്ത ജലത്തിന്റെ പൂർണ്ണതയിൽ നിന്നും ജനിക്കുന്നതാണ് വർണ്ണമുള്ള
ആ നമ്മുടെ സ്വരത്തെ ജനിപ്പിക്കുന്ന ഈ ലക്ഷ്മി ലോകം നമ്മളെ ലക്ഷീകരിപ്പിക്കുന്ന ജ്ഞാനമുള്ള മാതൃലോകങ്ങളായിട്ട് നമ്മുടെ അമ്മമാര് മാറണം. അറിവിന് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ അമ്മമാരുടെ ജ്ഞാനത്തിൽ നിന്നും ഉയർകൊണ്ട മക്കളെ സൃഷ്ടിക്കുവാനായിട്ടും നമുക്ക് കഴിയണം. അമ്മമാരാണ് ശരിക്കും ജ്ഞാനത്തെ പകർന്നു കൊടുക്കുക. വളരെ നന്ദി സന്തോഷ്. ഇന്ന് ഞാനും ഗോപിജിയും അങ്ങയുടെ ഈ ക്ലാസ്സില്, പ്രണവവേലയുടെ ക്ലാസ്സില് ഇന്ന് വളരെയധികം സന്തോഷമുള്ള. ഞാൻ ഈ സമയത്തെ ഓർക്കുന്ന ഒരു വലിയ കാര്യം, ഭാഗവതത്തിൽ നിന്ന് കേട്ട ഒരു ഭാഗവും കൂടെ ഓർമ്മിപ്പിച്ചാൽ ഇതിന് കുറച്ചുകൂടി അടിസ്ഥാനപരമായിട്ടുള്ള തെളിവാണെന്ന് ഞാൻ പറയാം. അന്നന്ന് മറഞ്ഞൊളിക്കുന്ന വേദത്തെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ നവങ്ങളായിട്ടുള്ള ആചാര്യന്മാർ ഉത്ഭവിക്കും എന്ന് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാനിത് കേട്ടതിന്റെ അടിസ്ഥാനത്തില് ഒരുപക്ഷെ വേദം പുതിയതായിട്ട് മറഞ്ഞൊളിക്കുന്ന വേദത്തെ കൊണ്ടുവരാൻ അങ്ങേ പോലുള്ള ഒരു അവതാരം തീർച്ചയായിട്ടും ഈ ലോകത്തിന് ഗുണകരമാകും, അറിവിന്റെ ഏറ്റവും വലിയ കേദാരമായിട്ട് മാറട്ടെ എന്ന് ഈയുള്ളവർ ആഗ്രഹിക്കുകയാണ്. ഞാനും ആ ഒപ്പം തന്നെ, അത് തന്നെയാണ് പ്രാർത്ഥന. തീർച്ചയായിട്ടും ഭഗവാനെ